തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പരസ്യ പ്രചാരണം കൊട്ടിക്കലാശിച്ചു. ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന 7 ജില്ലകളിലെ പരസ്യ പ്രചാരണമാണ് അവസാനിച്ചത്. വാൽപ്പാറയിൽ വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന 4 വയസ്സുകാരനെ പുലി കടിച്ചു കൊന്നു. ആയിപ്പാടി എസ്റ്റേറ്റിലെ തോട്ടം തൊഴിലാളിയുടെ മകൻ സൈബുളാണ് മരിച്ചത്. കണക്കൻകടവിലെ ഷട്ടറുകളുടെ തകർച്ചയെ തുടർന്ന് ഉപ്പുവെള്ള ഭീഷണി നിലനിൽക്കുമ്പോഴും അധികൃതർ പ്രശ്നത്തെ നിസ്സാരവൽക്കരിക്കുകയാണെന്ന് നാട്ടുകാർ. ജലനിരപ്പ് ഉയർന്ന അറിയിപ്പുണ്ടായിരുന്നിട്ടും ഷട്ടർ ഉയർത്താൻ അധികൃതർ നടപടിയെടുത്തില്ല എന്ന ആക്ഷേപം. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പരസ്യ പ്രചാരണം കൊട്ടിക്കലാശിച്ചു. ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന 7 ജില്ലകളിലെ പരസ്യ പ്രചാരണമാണ് അവസാനിച്ചത്. ഡിസംബർ 9-ന് വോട്ടെടുപ്പ് നടക്കുന്ന തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലെ പരസ്യ പ്രചാരണമാണ് അവസാനിച്ചത്. കലാശക്കൊട്ടിൽ റോഡ് ഷോകളും ബൈക്ക് റാലികളുമായി മുന്നണികൾ നഗരഗ്രാമ വീഥികൾ കൈയടക്കി. മന്ത്രിമാർ, MLA-മാർ, മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ കൊട്ടിക്കലാശത്തിന് ആവേശം കൊള്ളിച്ച് പലയിടങ്ങളിലായി പങ്കെടുത്തു. പൊതുവെ സമാധാനപരമായിരുന്നു കൊട്ടിക്കലാശം. സർക്കാർ വീഴ്ചകൾ ഉയർത്തിക്കാട്ടിയായിരുന്നു UDF-ന്റെ പ്രചരണം. കഴിഞ്ഞ 9 വർഷമായി ഭരണത്തിലിരിക്കുന്ന പിണറായി സർക്കാരിന്റെ വീഴ്ചകളും അഴിമതിയും സാധാരണ ജനങ്ങൾക്കിടയിൽ തുറന്നു കാട്ടിയായിരുന്നു പ്രചരണം. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള, ദേശീയപാത അഴിമതി, വയനാട് പുനരധിവാസം തുടങ്ങിയ വിഷയങ്ങളാണ് പ്രധാനമായും UDF ചർച്ചയാക്കിയിരുന്നു. വികസനത്തിനൊപ്പം രാഹുൽ മാങ്കൂട്ടവും ആയുധമാക്കിയായിരുന്നു LDF കളത്തിലിറങ്ങിയത്. കഴിഞ്ഞ 9 വർഷത്തിനിടയിൽ LDF സർക്കാർ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളാണ് LDF വിജയത്തിന് കാരണമാകുമെന്നാണ് നേതാക്കൾ പറയുന്നത്. അതിദാരിദ്ര്യമുക്ത സംസ്ഥാന പദവിയും അടിസ്ഥാന രംഗങ്ങളിലെ അത്ഭുത വളർച്ചയും ഇടതിന് അനുകൂലമായ വോട്ടായി മാറുമെന്നാണ് വിലയിരുത്തൽ. കേരളത്തിലെ ഇടതു വലതു മുന്നണികൾ മുൻപോട്ട് വയ്ക്കുന്ന തട്ടിപ്പിന്റെ രാഷ്ട്രീയത്തെ തുറന്നുകാട്ടാനായിരുന്നു NDA-യുടെ ശ്രമം. ശബരിമലയെ പോലും വെറുതെ വിടാത്ത കൊള്ളക്കാരെ ജനം കൈവിടുമെന്നും പീഡനക്കേസിലെ പ്രതിയായ MLA-യെ സംരക്ഷിച്ച UDF-നെ ജനം തള്ളുമെന്നാണ് NDA-യുടെ പ്രതീക്ഷ. മീഡിയ ടൈം, കൊച്ചി. വാൽപ്പാറയിൽ 4 വയസ്സുകാരനെ പുലി കടിച്ചു കൊന്നു. ആയിപ്പാടി എസ്റ്റേറ്റിലെ തോട്ടം തൊഴിലാളിയുടെ മകൻ സൈബുളാണ് മരിച്ചത്. വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയെ പുലി കടിച്ചു കൊണ്ടുപോവുകയായിരുന്നു. വാൽപ്പാറയിൽ വീണ്ടും പുലി ആക്രമണം. 4 വയസ്സുകാരനെ പുലി കടിച്ചു കൊന്നു. അസം സ്വദേശി റജബുൽ അലിയുടെ മകൻ സൈബുൾ 4 വയസ്സാണ് കൊല്ലപ്പെട്ടത്. അയ്യർപ്പാടി എസ്റ്റേറ്റിൽ JE ബംഗ്ലാവ് ഡിവിഷനിലാണ് സംഭവം. വീടിന് മുന്നിൽ കളിച്ചുകൊണ്ടിരിക്കെ പുലി കടിച്ചു കൊണ്ടുപോവുകയായിരുന്നു. കുട്ടിയുടെ മൃതദേഹം തേയിലത്തോട്ടത്തിൽ നിന്ന് കണ്ടെടുത്തു. 7 മണി മുതൽ കുട്ടിയെ കാണാനില്ലെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ തെരച്ചിലിൽ തേയിലത്തോട്ടത്തിൽ നിന്നാണ് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. പുലി തന്നെയാണ് ആക്രമിച്ചതെന്നാണ് വനംവകുപ്പിന്റെ പ്രാഥമിക നിഗമനം. അടുത്തുള്ള ആശുപത്രിയിലേക്ക് കുട്ടിയുടെ മൃതദേഹം മാറ്റിയിട്ടുണ്ട്. മീഡിയ ടൈം, ചാലക്കുടി. കണക്കൻകടവിലെ ഷട്ടറുകളുടെ തകർച്ചയെ തുടർന്ന് ഉപ്പുവെള്ളം ഭീഷണി നിലനിൽക്കുമ്പോഴും അധികൃതർ പ്രശ്നത്തെ നിസ്സാരവൽക്കരിക്കുകയാണെന്ന് നാട്ടുകാർ. ജലനിരപ്പ് ഉയർന്നത് സംബന്ധിച്ച അറിയിപ്പ് ഉണ്ടായിരുന്നിട്ടും ഷട്ടർ ഉയർത്താൻ അധികൃതർ നടപടി എടുത്തിരുന്നില്ല എന്നാണ് പ്രധാന ആക്ഷേപം. പുഴയിലേക്ക് ഉപ്പുവെള്ളം കയറിയാൽ ആദ്യം ബാധിക്കുന്നത് കുടിവെള്ള വിതരണത്തെയാണ്. വ്യാഴാഴ്ച വൈകിട്ടാണ് പുഴയിലെ ജലനിരപ്പ് ഉയർന്നപ്പോൾ ഷട്ടർ തകർന്നത്. ഏതാനും ദിവസം മുൻപ് അറ്റകുറ്റപ്പണികൾ നടത്തി താഴ്ത്തിയ ഷട്ടറാണ് വീണ്ടും തകർന്നത്. കൂടാതെ 3 ഷട്ടറുകൾ പൂർണ്ണമായി താഴ്ത്താൻ കഴിയാത്ത അവസ്ഥയിലാണ്. ജലനിരപ്പ് ഉയരുന്നത് സംബന്ധിച്ച് അറിയിപ്പുണ്ടായിരുന്നിട്ടും ഷട്ടർ ഉയർത്താൻ അധികൃതർ നടപടിയെടുത്തിരുന്നില്ല. താൽക്കാലിക തടയണ നിർമ്മിച്ചെങ്കിൽ പുഴയിലേക്ക് ഉപ്പുവെള്ളം കയറുമെന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഷട്ടറിൽ നിന്ന് 150 മീറ്റർ മാത്രം അകലെയാണ് പുത്തൻവേലിക്കരയിലേക്കുള്ള പമ്പിംഗ് സ്റ്റേഷൻ. പുഴയിലേക്ക് ഉപ്പ് കയറിയാൽ ആദ്യം ബാധിക്കുന്നത് ഈ കുടിവെള്ള വിതരണത്തെയാണ്. കുഴൂർ പഞ്ചായത്തിലെ ആലമറ്റം ഭാഗത്തേക്ക് പുഴയിൽ നിന്ന് വെള്ളം ഒഴുകിപ്പോകുന്ന തോട് ഇതിനടുത്താണ്. ഈ തോട്ടിലൂടെ എത്തുന്ന വെള്ളമാണ് ആലമറ്റം പ്രദേശത്തെ കൃഷിക്ക് ഉപയോഗിക്കുന്നത്. മാത്രമല്ല പുത്തൻവേലിക്കര പഞ്ചായത്ത് ഉൾപ്പെടെ എറണാകുളം,
തൃശൂർ ജില്ലയിലെ വലിയൊരു ഭാഗത്ത് കുടിവെള്ള വിതരണവും കൃഷിക്കുള്ള ജലസേചനവും ഇപ്പോൾ പ്രതിസന്ധിയിലായിട്ടുണ്ട്. ഷട്ടർ തകരാർ മൂലം പെരിയാറിൽ നിന്ന് ഓരുജലം കയറാതിരിക്കാൻ താൽക്കാലികമായി പണി തീർക്കുന്ന മണൽ ബണ്ടിന്റെ പണി തുടങ്ങിയിട്ടേയുള്ളൂ. അപ്രതീക്ഷിതമായി മഴ വന്നതിനാലാണ് ചാലക്കുടി പുഴയിൽ ജലവിതാനം ഉയർന്നത്. ഉപ്പ് കയറിയതിനെ തുടർന്ന് പുത്തൻവേലിക്കര പഞ്ചായത്തിലെ കുടിവെള്ള പമ്പിംഗ് 2 ആഴ്ചയായി നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. ടാങ്കർ ലോറികളാണ് കുടിവെള്ള വിതരണം നടക്കുന്നത്. മീഡിയ ടൈം, പുത്തൻവേലിക്കര. ഇനി മറ്റു വാർത്തകൾ നോക്കാം ഒറ്റ നോട്ടത്തിൽ. മാള ഹോളി ഗ്രേസ് അക്കാദമി 26ാമത് വാർഷികാഘോഷം നടന്നു. ബിഗ് ബോസ് മലയാളം സീസൺ 7 വിജയിയും കേരള സംസ്ഥാന ടെലിവിഷൻ അവാർഡ് ജേതാവുമായ RS അനുമോൾ ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് സന്തോഷം. കാരണം ബിഗ് ബോസിന് ശേഷം ഒരു സ്കൂൾ ആനുവൽ സെലിബ്രേഷന് പോകുന്ന ഫസ്റ്റ് ടൈമാണ്. അത് ഈ ഒരു ഇയർ എൻ്റെ 26 ആനിവേഴ്സറി നടക്കുന്ന ആനുവൽ ഡേ സെലിബ്രേഷൻ നടക്കുന്നത് വളരെ അടിപൊളി ഗംഭീരമായിട്ടാണ് നടക്കുന്നത്. ഇതോടെ എല്ലാ സ്റ്റുഡൻസും സത്യം പറഞ്ഞാൽ ബ്ലെസ്സിങ്ങുള്ള സ്റ്റുഡൻസ് ആണ്. അത് എത്രയും വലിയ സ്കൂളിൽ പഠിക്കാൻ പറ്റുന്നത് തന്നെ നിങ്ങളെല്ലാം ഒരു വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാനിപ്പോൾ കാണുന്നത്. നന്നായിട്ട് പഠിക്കാം. ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജയം തോൽവിയല്ല കാര്യം, യുവർ ബെസ്റ്റാണ് കാര്യം. ഞാൻ ബിഗ് ബോസ് ഇറങ്ങിയതിന് ശേഷം മനസ്സിലാക്കിയ കാര്യമാണ് ജയിക്കുക തോൽക്കുക എന്നുള്ള കാര്യമാണ്. ചെയ്യുന്ന കാര്യം നന്നായിട്ട് ചെയ്യുക, നമുക്ക് തരുന്നത് നന്നായിട്ട് ചെയ്യാവുന്നതാണ്. എന്തായാലും എന്ത് പെർഫോമൻസ് ആണെങ്കിൽ പോലും. സ്കൂൾ ചെയർമാൻ ബെന്നി ജോൺ ഐനിക്കൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്കൂൾ ക്യാപ്റ്റൻ ആൻഗ്രേസ് KJ, സ്കൂൾ വൈസ് ക്യാപ്റ്റൻ ശ്രീപദ് S, പ്രിൻസിപ്പൽ ഡോക്ടർ ലിബിയ PV, വൈസ് പ്രിൻസിപ്പൽ മനു ദേവസ്യ, PTA പ്രസിഡന്റ് പാർവതി രാംകുമാർ, കൾച്ചറൽ ക്യാപ്റ്റൻ നിഹാരിക V മേനോൻ എന്നിവർ സംസാരിച്ചു. ചടങ്ങിനോടനുബന്ധിച്ച് സ്കൂളിലെ യുവ എഴുത്തുകാർ രചിച്ച പുസ്തകങ്ങളുടെ ഔദ്യോഗിക പ്രകാശനം മുഖ്യാതിഥി അനുമോൾ നിർവഹിച്ചു. KSRTC ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്ന സ്ത്രീയുടെ 34,000 രൂപയടങ്ങിയ ബാഗ് മോഷ്ടിച്ച കേസിൽ തമിഴ്നാട് സ്വദേശിനികളെ കൊടകര പോലീസ് അറസ്റ്റ് ചെയ്തു. പൊള്ളാച്ചി സ്വദേശിനികളായ രാജേശ്വരി, മാരി എന്നിവരാണ് പിടിയിലായത്. ഇന്നലെ രാവിലെ കുട്ടനെല്ലൂരിൽ നിന്ന് കൊടകരയിലേക്ക് വരികയായിരുന്ന പുത്തൂർ പുത്തൻകാട് സ്വദേശിനിയുടെ ബാഗാണ് ഇവർ മോഷ്ടിച്ചത്. അറസ്റ്റിലായ രാജേശ്വരി കളമശ്ശേരി, അങ്കമാലി, തൃക്കാക്കര, കോതമംഗലം പോലീസ് സ്റ്റേഷൻ പരിധികളിലായി 4 മോഷണ കേസുകളിലും മാരി ആലുവ, എറണാകുളം സെൻട്രൽ, തോപ്പുംപടി, കുറുപ്പംപടി, എടത്തല പോലീസ് സ്റ്റേഷൻ പരിധികളിലായി 5 മോഷണ കേസുകളിലും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു. കൊടുങ്ങല്ലൂരിൽ 18ഉം 16ഉം വയസ്സുള്ള 2 പേരെ ആക്രമിച്ച കേസിൽ 3 പേർ കൂടി അറസ്റ്റിൽ. കാര പുതിയ റോഡ് സ്വദേശികളായ മുല്ലപ്പത്ത് വീട്ടിൽ ശരത്, മുല്ലപ്പറമ്പത്ത് വീട്ടിൽ നന്ദകുമാർ, എടവിലങ്ങ് കാര സ്വദേശി കിഴക്കേ വീട്ടിൽ ശരത് എന്നിവരെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഈ കേസിലെ മറ്റൊരു പ്രതിയായ കാര പുതിയ റോഡ് സ്വദേശി കൊട്ടാരത്തിൽ വീട്ടിൽ ഉണ്ണികൃഷ്ണൻ എന്നയാളെ ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ SI-മാരായ സാലിം K, ബിജു GS, CPO ഷെമീർ, CPO-മാരായ അബീഷ്, ജിനീഷ്, ജിഷ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത്. ലത്തീൻ കത്തോലിക്ക സമുദായ ദിനാചരണത്തോടനുബന്ധിച്ച് കോട്ടപ്പുറം സെന്റ് മൈക്കിൾസ് കത്തീഡ്രൽ വികാരി ഫാദർ ഡൊമിനിക് പിൻഹീറോ പതാക ഉയർത്തി. KLCA യൂണിറ്റ് പ്രസിഡന്റ് അനീഷ് റാഫേൽ പള്ളിയിൽ, സെക്രട്ടറി സ്റ്റെല്ല ഫ്രാൻസിസ്, ജോൺസൺ മംഗലത്ത്, രൂപത സെക്രട്ടറി ജോൺസൺ വാളൂർ, ഷൈബി ജോസഫ്, മൈക്കിൾ പാനിക്കുളം, ഷാമോൻ കല്ലിങ്കൽ, സാലി ഫ്രാൻസിസ് എന്നിവർ പ്രസംഗിച്ചു. മാർത്തോമാ ശ്ലീഹായുടെ ഭാരത പ്രവേശന തിരുനാളും രൂപതയുടെ സുവർണ ജൂബിലി ഒരുക്കത്തിന്റെ ഭാഗമായുള്ള കുടുംബ വർഷാചരണവും ഇരിഞ്ഞാലക്കുട രൂപതാ മെത്രാൻ പോളി കണ്ണുകാടൻ ഉദ്ഘാടനം ചെയ്തു. ഇരിഞ്ഞാലക്കുട, മാള, പുത്തൻചിറ എന്നിവിടങ്ങളിൽ നിന്നും വന്ന പദയാത്രയ്ക്ക് ഇരിഞ്ഞാലക്കുട രൂപതാ മെത്രാൻ മാർ പോളി കണ്ണുകാടൻ നേതൃത്വം നൽകി. LDF കയ്പമംഗലം പഞ്ചായത്ത് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് റാലിയും പൊതുസമ്മേളനവും നടത്തി. കാളമുറിയിൽ നിന്ന് ആരംഭിച്ച തെരഞ്ഞെടുപ്പ് റാലി 3 പീടിക ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. ER ജോഷി അധ്യക്ഷനായി.
CPM ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു, PM അഹമ്മദ്, അഡ്വക്കേറ്റ് VK ജ്യോതി പ്രകാശ്, TV സുരേഷ് ബാബു, മുഹമ്മദ് ചാമക്കാര, റസാഖ്, ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികളും പങ്കെടുത്തു. പടയൂരിൽ വലയിൽ കുടുങ്ങിയ മലമ്പാമ്പിനെ പിടികൂടി. വളവനങ്ങാടിയിലെ ചെമ്മീൻകെട്ടിലെ വലയിലാണ് മലമ്പാമ്പ് കുടുങ്ങിയത്. ഉടുമ്പിനെ വിഴുങ്ങിയ നിലയിലായിരുന്നു. ചാലക്കുടി ഫോറസ്റ്റിന് കീഴിലുള്ള RRT അംഗം കൂളിമുട്ടം സ്വദേശി അൻസാരിയാണ് പാമ്പിനെ പിടികൂടിയത്. പിടികൂടിയ മലമ്പാമ്പിന് 9 അടി നീളവും 30 കിലോ തൂക്കവുമുണ്ട്. മലമ്പാമ്പിനെ ഫോറസ്റ്റ് അധികൃതർക്ക് കൈമാറും. UDF ജില്ലാ പഞ്ചായത്ത് കയ്പമംഗലം ഡിവിഷൻ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുടുംബ സംഗമം നടത്തി. സംഗമം പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. UDF വർക്കിംഗ് ചെയർമാൻ CJ ജോഷി അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് CA മുഹമ്മദ് റഷീദ് മുഖ്യാതിഥിയായി. KPCC ജനറൽ സെക്രട്ടറി സോണിയ ഗിരി മുഖ്യപ്രഭാഷണം നടത്തി. കയ്പമംഗലം നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി CA അബ്ദുൾ ജലീൽ, ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് അനസ് അബൂബക്കർ, കൺവീനർ TK സൈദ് മുഹമ്മദ്, പുത്തൻകുളം ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. AKTA മേത്തല യൂണിറ്റ് കൺവെൻഷൻ നടന്നു. ശ്രീനാരായണ സമാജം ഹാളിൽ വെച്ച് നടന്ന കൺവെൻഷനിൽ യൂണിറ്റ് പ്രസിഡന്റ് രമാദേവി ജയൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗവും മതിലകം ഏരിയ സെക്രട്ടറിയുമായ അൻസിയ റഹ്മത്തുള്ള ഉദ്ഘാടനം നിർവഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി OS സതീശൻ, ജിഷ ഉണ്ണികൃഷ്ണൻ, TB ഗണേശൻ, PS ധനഞ്ജയൻ, വത്സല പുരുഷോത്തമൻ, അജിത മുരുകൻ, ആശ പ്രതാപൻ, ബിന്ദു രാജ് എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പരസ്യ പ്രചാരണം കൊട്ടിക്കലാശിച്ചു. ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന 7 ജില്ലകളിലെ പരസ്യ പ്രചാരണമാണ് അവസാനിച്ചത്. വാൽപ്പാറയിൽ വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന 4 വയസ്സുകാരനെ പുലി കടിച്ചു കൊന്നു. ആയിപ്പാടി എസ്റ്റേറ്റിലെ തോട്ടം തൊഴിലാളിയുടെ മകൻ സൈബുളാണ് മരിച്ചത്. കണക്കൻകടവിലെ ഷട്ടറുകളുടെ തകർച്ചയെ തുടർന്ന് ഉപ്പുവെള്ള ഭീഷണി നിലനിൽക്കുമ്പോഴും അധികൃതർ പ്രശ്നത്തെ നിസ്സാരവൽക്കരിക്കുകയാണെന്ന് നാട്ടുകാർ. ജലനിരപ്പ് ഉയർന്ന അറിയിപ്പുണ്ടായിരുന്നിട്ടും ഷട്ടർ ഉയർത്താൻ അധികൃതർ നടപടിയെടുത്തില്ല എന്ന ആക്ഷേപം. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.